ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു കളങ്കാവൽ. 2025 വരെ കാക്കേണ്ടി വന്നു മലയാള സിനിമയ്ക്ക് ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു കൊടൂരമായിട്ടുള്ള ഒരു സിനിമ കാണാൻ വേണ്ടി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സിനിമയുടെ OTT വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. സിനിമ റെക്കോർഡ് തുകയ്ക്ക് OTTക്ക് വിറ്റുപോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഒഫീഷ്യലായി മമ്മൂട്ടി കമ്പനി തന്നെ പുറത്തുവിടുകയാണ് ഈ ഒരു സിനിമ ജനുവരിയിൽ സോണി ലീവിലൂടെ സ്ട്രീം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. 3-4 ഭാഷകളിലാണ് ഈ സിനിമ എത്താൻ പോകുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി. എന്താണേലും ഒരു റെക്കോർഡ് തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 കോടിക്ക് മുകളിലുള്ള എമൗണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എത്രത്തോളം വാസ്തവമുണ്ട് ആ കാര്യങ്ങളൊക്കെ ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒഫീഷ്യലായിട്ട് മമ്മൂട്ടി കമ്പനി പുറത്തുവിട്ടിരിക്കുന്ന കാര്യങ്ങളല്ല, അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് 20 കോടിക്ക് മുകളിലാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് വിറ്റ് പോയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാലും ഒരു കുഞ്ഞൻ സിനിമയ്ക്ക് അതായത് ഏകദേശം 10 കോടി ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമയ്ക്ക് വന്നിരിക്കുന്നത് 20 കോടിയോളം, അതായത് ബഡ്ജറ്റിൻ്റെ ഡബിൾ. അതായത് സിനിമ തിയേറ്ററിൽ ഒരു ദിവസം ഓടിയില്ലെങ്കിൽ പോലും പ്രൊഡ്യൂസർക്ക് വമ്പൻ ലാഭമുണ്ടാക്കുന്ന ഒരു ചിത്രം തന്നെയായി മാറുകയാണ് OTT ഡീലിലൂടെ മാത്രം. ഇതിനോടകം തന്നെ 84 കോടിക്ക് അടുത്തെത്തിയ ഈ ഒരു ചിത്രം വരുന്ന ദിവസങ്ങളിൽ 85 കോടി ടച്ച് ചെയ്യുമെന്നുള്ളത് ഉറപ്പിക്കാം. കേരള ബോക്സ് ഓഫീസിൽ ഇന്നും തിയേറ്ററുകൾ കൂട്ടേണ്ടി വരുന്നു. കാരണം അത്രത്തോളം ജനങ്ങൾ ഈ സിനിമയെ ഇഷ്ടപ്പെടുന്നു. പല സ്ഥലങ്ങളിലും ഹൗസ്ഫുൾ അടിച്ച് സിനിമ മുന്നോട്ട് പോകുന്നു. എന്താണെങ്കിലും ഒഫീഷ്യലായി മമ്മൂട്ടി കമ്പനി 83 കോടിയുടെ പോസ്റ്റർ പുറത്തിറക്കി. ഈ ഒരു സിനിമ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറിയത് മമ്മൂട്ടിയുടെ മാസ്മരികമായ പ്രകടനവും ഒപ്പം വിനായകൻ്റെ ഗംഭീരമായിട്ടുള്ള പ്രകടനത്തെയും ബേസ് ചെയ്തിട്ടാണ്. സംസ്ഥാന അവാർഡും നാഷണൽ അവാർഡും ഉൾപ്പെടെ സർവ്വ റെക്കോർഡുകളും ഈ സിനിമ തൂത്തുവാരും, അല്ലെങ്കിൽ സർവ്വ അവാർഡുകളും തൂത്തുവാരും എന്നുള്ളതാണ് പ്രേക്ഷക പക്ഷവും. എന്താണെങ്കിലും ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളിൽ കൂടിയുള്ളൂ. എന്താണെങ്കിലും ജനുവരി ആദ്യ വാരത്തോടു കൂടി ഉണ്ടാകാം എന്നുള്ളത് തന്നെയാണ് കൂടുതലും സോഷ്യൽ മീഡിയയിൽ വരുന്ന അപ്ഡേറ്റുകൾ. കാത്തിരിക്കുന്നു നിങ്ങളുടെ കമൻസുകൾക്കും കാര്യങ്ങൾക്കുമായി. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തു തരാം ഗ്രേ മീഡിയാസ്.